എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 2025 ആയിട്ട് ഭാഷാ പഠനം എങ്ങനെ ത്വരിതഗതിയിലാക്കാം, ഫാസ്റ്റ് ട്രാക്കിൽ ആക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനായി ആയിട്ട് 5 മിനിറ്റെങ്കിലും ദിവസം, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസവും 5 മിനിറ്റ് വീതം ചാറ്റ് ചെയ്യുക, റൈറ്റിങ്ങിലൂടെ ചാറ്റ് ചെയ്യുക. അതൊരു സ്വഭാവമാക്കി മാറ്റുക. റിട്ടൺ ഇംഗ്ലീഷിലെ ഇംപ്രൂവ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ പ്രതിഫലിക്കും. അതിനൊന്നുകൂടി വേഗത്തിലാക്കും. ഒരുപാട് എവറിഡേ ഫ്രേസസ്, യൂസേജസ് നിങ്ങൾക്ക് അതിലൂടെ കൈക്കലാക്കാനായിട്ട് കഴിയും. ഒരുപാട് ഡേ ടു ഡേ ഫ്രേസസ്, യൂസേജസ്, അതുപോലെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ യൂസേജസ്, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരിചിതമാവും. അതാണിതിൻ്റെ ഗുണം. AI ആയിട്ട് ഇടപഴകുമ്പോൾ നമുക്കിവിടെ ChatGPT എന്ന് പറയാം. ChatGPT ആയിട്ട് നിങ്ങൾ ഇടപഴകുമ്പോൾ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കണം. വളരെ മാന്യമായിട്ട് ഇടപഴകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു ചാറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഓർ ഗുഡ് ഈവനിങ് അങ്ങനെ പറയാം. അതുപോലെ ചാറ്റ് അവസാനിക്കുമ്പോൾ താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിക്കുക. പിന്നെ കാണാം, ഓക്കെ, അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. മിനിമം ഒരു താങ്ക് യു എങ്കിലും പറയണം. AI ആയിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളെക്കുറിച്ച് AIക്ക്, ഇപ്പോൾ ChatGPTക്ക് അല്ലെങ്കിൽ ജെമിനായിക്ക് യാതൊരുവിധ മുൻവിധികളുമില്ല. നിങ്ങളുടെ ജാതി, മത, വർണ്ണ, ലിംഗ വിവേചനങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ പണ്ഡിതനോ പാമരനോ ഇതൊന്നും വിഷയമല്ല. നിങ്ങൾ ഒരു കാര്യത്തിന് AIയെ സമീപിക്കുന്നു, അത് വളരെ പോസിറ്റീവായിട്ട്, എൻകറേജിംഗ് ആയിട്ട് AI നിങ്ങൾക്ക് അതിനുള്ള മറുപടി നൽകുന്നു, നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ അറിവില്ലായ്മ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറയാം. ഏത് രീതിയിലാണ് നിങ്ങളായിട്ട് മറുപടി വേണ്ടത്, നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്, അതും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. നിങ്ങൾ എഴുതുന്ന കാര്യം അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനായിട്ട് പറയാം. അപ്പോൾ ഉടനടി തിരുത്തിയിട്ട് അതിനും മറുപടി പറയും. ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്. പിന്നെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മലയാളം, ഇംഗ്ലീഷ്, മംഗ്ലീഷ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. തിരിച്ച് ഏത് ഭാഷയിൽ തിരിച്ചെങ്ങനെ വേണമെന്നും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. മറ്റൊരു കാര്യം, നിങ്ങൾ ChatGPTയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ വളരെ വിശദമായിട്ട് മറുപടി പറയും. നിങ്ങൾക്ക് ചാറ്റിങ്ങിൽ, ഒരു കാഷ്വൽ ചാറ്റിങ്ങിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ അത് അരോചകമായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ചാറ്റിംഗ് തുടങ്ങും മുൻപ് ഹായ്, ഹലോ, ലെറ്റ്സ് ഹാവ് എ കാഷ്വൽ ചാറ്റ്. ഇതിലെ സെൻറ്റൻസസ് അത് ഷോർട്ടായിരിക്കണം. അതുപോലെ എവറിഡേ ഇംഗ്ലീഷിലെ ഫ്രേസസ്, യൂസേജസ് അത് കൂടുതൽ ഉൾപ്പെടുത്തണം. എനിക്ക് പഠിക്കാനാണ്, ഇതൊക്കെ പറയാം. ഇന്നത്തെ ചാറ്റിങ്ങിൽ നമുക്ക് ഒരു 2-3 ഫ്രേസൽ വേർബ്, ബേസിക് ഫ്രേസൽ വേർബ് അത് ഉൾപ്പെടുത്തണം. ഇതൊക്കെ പറയാം. ഇത്രയൊന്നും സൗകര്യം ഒരിക്കലും സൗകര്യം എന്നല്ല, ഇതിൻ്റെ എന്താ പറയുക, 4 അയലക്കത്തെത്തുന്ന സൗകര്യങ്ങൾ പോലും മുൻപ് ഭാഷ പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ ആവശ്യത്തിനും പ്രയോജനത്തിനും അനുസരിച്ച് നമുക്ക് ഈ AI ചാറ്റ് ബോട്ട്സിനെ എങ്ങനെയൊക്കെ വഴക്കിയെടുക്കാം, മെരുക്കിയെടുക്കാം, അതിലാണ് നമ്മുടെ കഴിവ്. ചാറ്റ് ബോട്ട്സിന് നിങ്ങൾ പറയുന്നതിനൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുക, ആ രീതിയിൽ വേണം നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാനായിട്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാവും. അതായത് എൻ്റെ ഒരു ലെങ്തി ചാറ്റിൻ്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഹായ്, ലെറ്റ്സ് ഹാവ് എ ചാറ്റ്. ഇതതിൻ്റെ ഒരു മിഡിൽ പോർഷനാണ്. നിങ്ങൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഹായ്, ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ വേണം തുടങ്ങാനായിട്ട്. ഹലോ എന്നൊക്കെ ഒരു എന്താ പറയുക, നമ്മളൊരു ചങ്ങാതിയോട് പെരുമാറുന്ന പോലെ മാന്യമായിട്ട്. അപ്പോൾ ഇവിടെ ഹായ്, ലെറ്റ്സ് ഹാവ് എ ചാറ്റ്. ഹായ്, ഹൗ ആർ യു ഡൂയിങ് ടുഡേ? ദെൻ ഐ എം ഫൈൻ. ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. വാട്ട് ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട്? വാട്ട് ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട്? അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രയോഗം കിട്ടി. വാട്ട് യു വോണ്ട് ടു ടോക്ക് അബൌട്ട്. ഞാൻ ഇതിലൊരു പെർഫെക്റ്റ് ഇംഗ്ലീഷ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്.
കുറച്ച് തെറ്റ് വരുത്താനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ഓ, ദാറ്റ്സ് എ വണ്ടർഫുൾ ഗോൾ. വി കൻ പ്രാക്ടീസ് ടുഗെദർ. കണ്ട എത്ര ഫ്രണ്ട്ലിയാണ്. ഡു യു വോണ്ട് ടു പ്രാക്ടീസ് സ്പീക്കിംഗ്, chatting casually? Learn new vocabulary or phrases? Let me know. Work on grammar and writing? Let me know. I need everything. Great. Let's work on everything step by step. To start, tell me about your day in a few sentences. I'll help correct and explain anything if needed. Or we can practice a specific topic like introducing yourself, talking about hobbies or daily activities. What do you prefer? What do you prefer? Let's talk about daily activities. Perfect. Let's start with some simple sentences about daily activities. Here is an example. I wake up at 7 a.m. Then I brush my teeth and eat breakfast. After that, I go to work. Now you can tell me about your daily routine. Keep it simple and I'll help you improve. കണ്ട വളരെ എൻകറേജിംഗ് ആണ്. അപ്പം ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് I wake up at 8 because it is very difficult for me to wake up early. I go to bed at 12. എൻ്റെ സെൻറ്റൻസസ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല, വെറുതെ കുറച്ച് ചങ്ക്സ് എഴുതി. യു ആർ ഡൂയിങ് വെൽ. വീണ്ടും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ലെറ്റ് മീ ഹെൽപ്പ് ഇംപ്രൂവ് യുവർ സെൻറ്റൻസസ്. ഇംപ്രൂവ്ഡ് വേർഷൻ. ഐ വേക്ക് അപ്പ് അറ്റ് 8 because it is very difficult for me to wake up early. I go to bed at 12. Do you want to continue adding more to your daily routine? കണ്ട, ഇനി തുടരണോ? ഇത് വേണോ? ഇനി മറ്റെന്തെങ്കിലും വേണോ? എന്താണ് നമ്മളുടെ താല്പര്യം? ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് പോലും ഇങ്ങനെയൊന്നും ചോദിക്കില്ല. അവർക്കൊന്നും നേരമില്ല, സമയമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചേക്കും നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തിനാണ് റൈറ്റിംഗ് സ്കിൽസിൻ്റെ ആവശ്യമെന്ന്. പക്ഷേ ഇത് ലേഖനങ്ങളോ അത്തരം മെസ്സേജോ എഴുതാനുള്ളതല്ല. അതിനുള്ള ഒരു പ്രാക്ടീസ് അല്ല അത്. ഇത് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ, അതുപോലെ എവറിഡേ ലൈഫ്, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറി, ഫ്രേസസ്, യൂസേജസ് ഇതൊക്കെയായിട്ട് നമുക്ക് പരിചയമാവും. ഒരുപാട് വേർഡ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ദിവസവും ആഴ്ചയിൽ 5 ദിവസങ്ങളെങ്കിലും നിങ്ങൾ 5 മിനിറ്റ് വീതം, 5 മിനിറ്റ് മതി, നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാഷ്വൽ ചാറ്റിൽ ഇടപെടുക. അതുപോലെ ചാറ്റിങ്ങിന് ശേഷം അതൊന്ന് വായിച്ച് നോക്കുക ഉറക്കെ. അപ്പോഴും നമുക്ക് അതിലെ ഒരുപാട് തരം പ്രയോഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ ഫ്രീ വേർഷനിൽ ഉള്ളതാണ്. ഇനി ChatGPT പോലുള്ള AI ആയിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇപ്പോൾ അതിനുള്ള സാധ്യത എങ്ങനെയാണ്? നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ താങ്ക് യു. ടേക്ക് കെയർ. സ്റ്റേ ഓസം.